ഇല്ല, ഇങ്ങനെ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. കാരണം മാനുവൽ ഗോസ്റ്റ് കൺവെൻഷനുകളിൽ മനുഷ്യർക്ക് പ്രവേശനമില്ലെന്ന കാര്യം നിനക്കറിഞ്ഞുകൂടെ? അവിടെ വരുന്ന ഭൂതങ്ങൾ നിന്റെ പച്ചയ്ക്ക് കടിച്ചു കയറി തിന്നുകളയും. പിനാക്കി, എമർജൻസി, വേഗം വരൂ. എടാ, ഇത് ഏത് ക്യാപ്പാ ഞാൻ വെക്കട്ടെ? ഇതിട്ടാലോ? അല്ല, ഇത് വെച്ചാലോ? കുറച്ച് വെണ്ടക്കറി ഉണ്ടാക്കാം, കുറച്ച് പായസങ്ങൾ ഉണ്ടാക്കിയാലോ, കുറച്ച് മുട്ടയും പൊറോട്ടയും ഉണ്ടാക്കിയാലോ. പാലക്കറി എല്ലാവർക്കും ഇഷ്ടമാവുമായിരിക്കും, ഗുലാബ് ജാമുനും ഇഷ്ടമാ. നിങ്ങൾ എപ്പോഴാ തിരിച്ചു വരാൻ പോകുന്നത്? മോനെ പിനാക്കി, ഞങ്ങൾ നാളെ രാവിലെ തന്നെ തിരിച്ചു വരും. ഞാൻ നിനക്ക് വേണ്ടി ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, കഴിക്കണേ. സ്ഥിരമായിട്ട് ഞാൻ ടോയ്ലറ്റിൽ തന്നെ ഇരിക്കേണ്ടി വരും തോന്നുന്നു. എന്താന്ന് നീ എന്തെങ്കിലും പറഞ്ഞോ പിനാക്കി? അതെ അതെ അതെ, എല്ലാവരും ഇറങ്ങാൻ നോക്ക്, ലേറ്റ് ആവുന്നു. ഇന്ന് നിങ്ങൾ എല്ലാവരും കാരണം അവിടെ ലേറ്റ് മാർക്ക് ചെയ്യേണ്ടി വരും. മോനെ, വീടൊക്കെ നന്നായി സൂക്ഷിക്കണം കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് തോന്നുന്നു പിനാക്കി അവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകുന്നത് ശരിയായില്ലെന്ന്. തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കള്ളന്മാര് കയറിയതോ. മിസ്സിസ് സൂരി പറയുന്നത് വളരെ ശരിയാണ്. ഞാൻ എന്റെ മീശി അവിടെ സെക്യൂരിറ്റിയായി നിർത്തിയിട്ട് വരാം. പിനാക്കിയോട് നിങ്ങൾക്ക് ഇത്രയും സ്നേഹം ഉണ്ടെന്ന് ഞാൻ ഓർത്തില്ല. അപ്പോൾ ഭൂത കൺവെൻഷനിൽ നിങ്ങൾ മീശ ഇല്ലാതെ പോകാൻ പോവാ? അതിലിപ്പോ എന്താ വലിയ കാര്യമുള്ളത്? ചെല്ലടാ മീശേ. എനിക്ക് തോന്നുന്നു മറ്റേ ക്യാമ്പാണ് എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യുന്നത്. പുറകിലെങ്ങനെ പോയിരിക്കടാ. നന്നായി തടയുന്ന ലക്ഷണമുണ്ടല്ലോടാ. ജനല് വഴി അകത്തേക്ക്, വാതില് വഴി പുറത്തേക്ക്. ഒച്ചുണ്ടാക്കലടാ. മീശേ, ശല്യപ്പെടുത്തില്ല എന്നെ. എന്റെ മീശയെ മുന്നിൽ നിന്ന് മാറ്, മുന്നിൽ നിന്ന് മാറ്. ഇത് നീ എന്താ ചെയ്തോണ്ടിരിക്കുന്ന മീശേ? വീട്ടില് കള്ളൻ കയറിയെന്നോ? നീ പേടിക്കാതിരിക്കും മിഷേ. When Pinaki is here, then no fear. വാ, നമുക്ക് ഈ കള്ളന്മാരൊന്ന് പാഠം പഠിപ്പിക്കാം. Follow me. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും സാധനങ്ങളാണല്ലോടാ. പഴയ സാധനങ്ങള്, പുതിയ സാധനങ്ങള്, എങ്ങോട്ട് തിരിഞ്ഞാലും കാശാടാ. പൊക്കിയാലോ? എന്നാ പിന്നെ നമുക്ക് തുടങ്ങാല്ലേ? ഓ, അത് തന്നെയല്ലേടാ ഞാനും പറഞ്ഞ. പൊക്കാം, നമുക്ക് പൊക്കാടാ. എന്താണ് ഇപ്പൊ അങ്ങോട്ട് പാസ് ചെയ്തു പോയേ? നീ വല്ലതും കണ്ടായിരുന്നോ? എനിക്കൊന്നും മനസ്സിലായില്ല. എടാ, നമുക്കൊന്ന് മോളിൽ പോയി നോക്കിയാലോടാ. എടാ, ഇത് വെറും ബൊമ്മയല്ലേടാ, നോക്കടാ.
എടാ ഈ വാതിൽ എങ്ങനെയാ തന്നെ അറിഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇനിയല്ലേ നിങ്ങൾ കളി എന്താണെന്ന് ശരിക്കും കാണാൻ പോകുന്നേ. അയ്യോ ഇപ്പൊ തന്നെ അവര് പേടിച്ചു പോയോ? ഇനിയല്ലേ ഭൂതങ്ങളുടെ കളി എന്താണെന്ന് അവര് കാണാൻ പോകുന്നത്. എടാ, step. അയ്യോ. എന്താ ഈ സംഭവിക്കുന്നത്? നമ്മൾ എവിടെയാ? അയ്യോ എടാ. ഭൂതം. എടാ ഭൂതമൊന്നും ഇല്ലെന്നാണ് എന്റെ അമ്മൂമ്മ പറഞ്ഞിരിക്കുന്നത്. എടാ ഭൂതം ഇല്ലടാ, നീ പേടിക്കണ്ടടാ. ഭൂതം അല്ലത്. അത് ശരി, അപ്പൊ ഭൂതമൊന്നും ഇല്ലെന്നാണല്ലേ വിശ്വസിക്കുന്നേ. അപ്പൊ നമുക്ക് ഈ ലെവൽ ഒന്ന് കൂട്ടേണ്ടി വരും. റെഡി അല്ലേ മീശേ? ശരിക്കുള്ള ഭൂതമാടാ. എന്റെ അമ്മൂമ്മ എന്നെ പറഞ്ഞു പറ്റിയതാണോ? മീശേ, ഇവനിവിടെ കുറച്ചു നേരം കിടന്ന് വിശ്രമിക്കട്ടെ. നമുക്ക് ആ നേരം കൊണ്ട് പുതിയൊരു ഭൂതത്തെ ഉണ്ടാക്കാം. താങ്ക് യു. എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത്? ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്നതാ നല്ലത്. ഞാനിതിപ്പോ എവിടെയാ? അയ്യോ ഭൂതം. അയ്യോ എടാ അളിയ നീ ആയിരുന്നോടാ? അയ്യോ വേണ്ട വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്. എനിക്ക് മരിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. പ്ലീസ്. എന്റെ പൊന്നളിയായത് ഞാനാടാ. നിനക്ക് മനസ്സിലായില്ലേ? അതാരാളിയാ ചൊലിക്കുന്ന അവിടെ? ചെറുക്ക അയ്യോ പിടിക്കപ്പെട്ടല്ലോ. എടാ ഈ ചെറുക്കനാട് എല്ലാത്തിനും മിന്നില് അവനിപ്പോ കാണിച്ചു കൊടുക്കാം. എന്തു പറ്റി അങ്കിൾ? ഇഷ്ടപ്പെട്ടില്ലേ? എന്റെ ഹൊറർ ഷോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. നിന്നെ ഞാൻ കാണിച്ചു തരാടാ എന്താ ഹൊറർ ഷോ എന്ന്. നിങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുന്ന ഭൂതം ഉണ്ടല്ലോ, അത് ഇവിടെ ഉണ്ടല്ലോ. എന്നെ ഒന്ന് പിടിക്കാൻ പറ്റുമോ നോക്ക്. വാ വാ വേഗം പിടിക്കുന്നേ. വാ പിടിക്കേ. നീ ഞങ്ങളിത് രക്ഷപ്പെട്ട എങ്ങോട്ടാ ഓടാൻ പോകുന്നത്? നിക്കാനാ പറഞ്ഞത്. ഇവിടെ ആരാ മതിൽ പണിഞ്ഞ? ഭയങ്കര ബുദ്ധിയാണെന്ന് നിന്റെ വിചാരം അല്ലേ? നിങ്ങൾ ഇതിനു മുമ്പ് ഭൂതത്തെ കണ്ടിട്ടില്ലല്ലേ? ഏതായാലും വന്നതല്ലേ, നമുക്ക് വല്ല കഴിച്ചിട്ട് പോകാന്നേ. നിനക്കൊക്കെ ഒന്ന് നോക്കി കണ്ട് നടന്നുകൂടാ. ഭൂതങ്ങളെ കണ്ട് മതിയായില്ലെങ്കിലേ വീണ്ടും തിരിച്ചു വന്നാ മതി കേട്ടോ. നിന്റെ ഭൂതക്കളിയെ പറ്റി മീശ എന്നോട് പറയുകയുണ്ടായി. നീ ഞങ്ങൾ ഭൂതങ്ങളുടെ അഭിമാനം സംരക്ഷിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മീശ വിരിച്ചിട്ട് ഇതൊക്കെ പഠിപ്പിച്ചു തന്നത് ആരാ? അങ്കിൾ, അടുത്ത തവണ ഗോസ്റ്റ് കൺവെൻഷനിൽ എന്നെയും കൊണ്ടുപോയില്ലേ? പക്കാ.